അതുകൊണ്ട് ഈ അർജന്റീനൻ പ്ലേയേഴ്സ് ബോൾ എടുത്തിട്ട് സ്വതന്ത്രമായിട്ട് നല്ല രീതിയിൽ ഒരു കളിക്കുന്നുണ്ട്. അപ്പം ഫാസിൽ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഈ മത്സരം കൊണ്ട് വിലയിരുത്തിങ്കാട്ട് അർജന്റീന എവിടെ എത്തുന്ന് നമുക്ക് പറയാനായിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനൻ പ്ലേയേഴ്സിനെ എന്താ പറയാ കളിക്കാൻ വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള മത്സരമാണ് നടന്നത്. ഒരു ടൈറ്റ് ഫൈറ്റ് ഗ്രൗണ്ടിൽ കണ്ടില്ല. മാൻ ടു മാൻ മാർക്കിംഗ് ഇല്ല. ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് മനസ്സിലാവും. മാൻ ടു മാൻ മാർക്കിംഗ് വന്നാലേ ഉള്ളൂ മത്സരം ടൈറ്റ് ആവുള്ളൂ. പ്രിയ പ്രേക്ഷകർക്ക് 2026 ഫിഫ വേൾഡ് കപ്പ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലെ കഴിഞ്ഞുപോയ അർജന്റീന അൾജീരിയ മത്സരത്തെക്കുറിച്ചും ഇന്നത്തെ ആവശ്യകരമായ പോർച്ചുഗൽ കോങ്കോ മത്സരത്തെക്കുറിച്ചും ഉള്ള വിശകലനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ഇന്നലത്തെ ആവശ്യകരമായ അൾജീരിയ അർജന്റീന മത്സരം നടന്നു. 3 ഗോളുകൾക്ക് അർജന്റീന വിജയിക്കുകയാണ്. മത്സരത്തെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ എന്താണ്? ഇന്ന് രാവിലെ 6:30 മത്സരം നടന്നിട്ടുള്ളത്. ആ മത്സരത്തിൽ അർജന്റീന ഏകപക്ഷീയമായിട്ടുള്ള 3 ഗോളുകൾക്ക് വിജയിക്കുകയാണുള്ളത്. അൾജീരിയനെ സംബന്ധിച്ചിടത്തോളം അവരെ ആ ഒരു കളി ശൈലിയുണ്ട്. ആ കളി ശൈലിയിലേക്ക് അവർ ഉയർന്നു വന്നിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ പറയാന്ന് വെച്ചാൽ അൾജീരിയൻ താരങ്ങൾ നൽകുന്ന പാസുകൾ അത് എതിർ ടീമിന്റെ ആളുകളെ പ്ലേയേഴ്സിന്റെ കാലിന്റെ മുകളിലേക്കാണ് വരുന്നത്. അത് ഈ മത്സരത്തിലൊരു പോരായ്മ തന്നെയാണ്. ഫസ്റ്റ് ഗോൾ തന്നെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് ഗോൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡിഫൻസിൽ നിന്ന് പാസ് പോകുന്നത്. അത് ഡിഫൻസ് കുറെ എന്താ പറയാ മിഡിലില് കുറെ ഗ്യാപ്പാ. മെസ്സി അവിടെ മാർക്ക് ചെയ്യപ്പെടാതെ ഫ്രീ ആയിട്ട് നിൽക്കുക. അവിടെ നിന്നാണ് ഫസ്റ്റ് ഗോൾ ഉണ്ടാവുന്നത്. കളി കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മെസ്സി അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. മെസ്സിക്ക് ആ ബോൾ വരുന്നു. മെസ്സി ആ മിഡിലിൽ നിന്ന് നേരിട്ട് പോയിട്ടാണ് ആ ബോൾ സ്കോർ ചെയ്യുന്നത്. പക്ഷെ ആ ഗോള് ആ കീപ്പറിന് എടുക്കാൻ പറ്റിയ ഒരു ബോളായിരുന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ കീപ്പർ തട്ടുന്ന ബോള് തട്ടിയിട്ടാണ് ആ ബോൾ ഉള്ളിൽ കയറുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഞാൻ അങ്ങനെ പറയല്ലോ കേട്ടോ, സാധാരണ ഒരു കളിയിൽ സംഭവിക്കാൻ പറ്റാത്തൊരു പിഴവ് ആ കീപ്പറിന്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ മത്സരം അർജന്റീനയുടെ മത്സരം ഒരു പോരായ്മ അർജന്റീന ടീം ടോട്ടൽ ആയിട്ടുള്ള ഫുട്ബോൾ ഒരിക്കലും ഇല്ല. അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മത്സരം ഭയങ്കര നല്ലൊരു മുന്നേറ്റമാണ് അർജന്റീന തുടക്കത്തിൽ തന്നെ. കഴിഞ്ഞ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് ഏറ്റവും നല്ല തുടക്കമാണ്. മെസ്സിക്ക് ഹാട്രിക്ക് കിട്ടി. മെസ്സി അതുപോലെ അർജന്റീനയിലെ എല്ലാ കളിക്കാരും നല്ല സെറ്റപ്പാണ്. കളിക്കാരാണെങ്കിൽ ബാക്ക് ലൈൻ ആയിക്കോട്ടെ, റൊമാരോ, മൊളീനോ, അതുപോലെ ഗോളി, അതുപോലെ ഫോർവേഡ് എല്ലാം സെറ്റാണ്. ഈ പ്രാവശ്യം നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് അർജന്റീനക്കുള്ളത്, ആരാധകർക്കുള്ളത്. ഏറ്റവും നല്ല സന്തോഷത്തോടെയാണ് അർജന്റീന ആരാധകർ ഇന്ന് ഈ കളി കണ്ട് അവസാനിപ്പിച്ചത്. അർജന്റീന ആരാധകർ വളരെ സന്തോഷത്തോടെ ആയിരിക്കും മെസ്സിയുടെ ഹാട്രിക് ഒക്കെ ആഘോഷിക്കുന്നത്. പക്ഷെ ഇനി വരുന്ന ടീമുകൾ ഇപ്പോൾ ക്വാർട്ടർ തലത്തിലേക്കും അർജന്റീന വന്നാൽ ഈ മത്സരം തന്നെ ഈ കളി മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇന്നത്തെ മത്സരം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ. ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനൻ പ്ലേയേഴ്സിനെ എന്താ പറയാ കളിക്കാൻ വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള മത്സരമാണ് നടന്നത്. ഒരു ടൈറ്റ് ഫൈറ്റ് ഗ്രൗണ്ടിൽ കണ്ടില്ല. മാൻ ടു മാൻ മാർക്കിംഗ് ഇല്ല. ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് മനസ്സിലാവും. മാൻ ടു മാൻ മാർക്കിംഗ് വന്നാലേ ഉള്ളൂ മത്സരം ടൈറ്റ് ആവുള്ളൂ. ആ മാൻ ടു മാൻ മാർക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ അർജന്റീനൻ പ്ലേയേഴ്സ് ബോൾ എടുത്തിട്ട് സ്വതന്ത്രമായിട്ട് നല്ല രീതിയിൽ ഒരു കളിക്കുന്നുണ്ട്. അപ്പം ഫാസിൽ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഈ മത്സരം കൊണ്ട് വിലയിരുത്തിങ്കാട്ട് അർജന്റീന എവിടെ എത്തുന്ന് നമുക്ക് പറയാനായിട്ടില്ല. ഇനി തുടർന്നുള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ അർജന്റീന ഈ മത്സരം വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മികച്ചൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അർജന്റീന ആരാധകർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. കാരണം നല്ല ഫോർവേഡിലാണ് ആയിക്കോട്ടെ, ഗോളി ആയിക്കോട്ടെ, അർജന്റീന എല്ലാ ആളുകളും നല്ല സെറ്റായിട്ടുള്ളൊരു ടീമാണ്. ഓരോ ടീമിനനുസരിച്ചിട്ട് അർജന്റീന കളി മാറ്റും. ലോകോത്തര കളിക്കാർ അർജന്റീന ടീമിൽ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ കീപ്പറാണെങ്കിൽ മാർട്ടിനസ്, ബാക്കിലാണെങ്കിൽ ഡിഫൻഡിൽ ഓട്ടോമെന്റി, ഫോർവേഡിൽ അൽമേഡ, ജൂനിയർ അൽവാരസ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ലയണൽ മെസ്സി, ഈ താരങ്ങളൊക്കെ അണിനിരത്തിയിട്ടുള്ള നല്ലൊരു ഫസ്റ്റ് നിന്ന് സ്കലോണിയിൽ നിന്ന് ടീം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ മികച്ച രീതിയിലുള്ള ഒരു ഫുട്ബോൾ അർജന്റീന
കാഴ്ചവെച്ചതായിട്ട് അൾജീരിയക്കെതിരെ കാഴ്ചവെച്ചതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം മികച്ച കളിയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. മറ്റുള്ള ആരാധകരെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്കറിയില്ല. അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മികച്ച തുടക്കമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിനെ അപേക്ഷിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് നല്ല തുടക്കമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് സൗദി അറേബ്യനോട് 1-ന് തോറ്റ് എന്ന് നോക്കുമ്പോൾ ഈ വേൾഡ് കപ്പിൽ ഹാട്രിക്കോട് കൂടിയിട്ട് മെസ്സി ഫസ്റ്റ് തുടക്കം കുറിച്ചു. അത് നമുക്ക് അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു തുടക്കമാണ്. ഈ വേൾഡ് കപ്പിലും നമുക്ക് കപ്പടിക്കാനുള്ള എല്ലാ മുന്നോട്ട് നീങ്ങാനുള്ള കാഴ്ചപ്പാട് നമ്മൾ കാണുന്നുണ്ട്. മെസ്സി ഇന്ന് ഹാട്രിക് തികച്ചെങ്കിലും മെസ്സിയോടൊപ്പം ഫോർവേഡിൽ ഉണ്ടായിരുന്നു അൽമേഡ, ലൗതാരോ മാർട്ടിനസ് തുടങ്ങിയ കളിക്കാർ. ഈ കളിക്കാർ മങ്ങിപ്പോയൊരു മത്സരമായിട്ട് ഇന്നത്തെ മത്സരം തോന്നിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഫാസിലെ, അർജന്റീനന്റെ യഥാർത്ഥ ശൈലിയിലേക്ക് അർജന്റീന ഉയർന്നിട്ടില്ല. മെസ്സി 3 ഗോൾ അടിച്ചു, ഹാട്രിക് നേടി. സംഭവം ശരിയാ. അത് ഹാട്രിക് നേടുന്ന എങ്ങനെ? അയാൾ ഫ്രീ ആയിട്ട് നിൽക്കുക, സ്വതന്ത്രനായിട്ട് നിൽക്കുക. മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഗോളൊന്നും അവിടെ സംഭവിക്കില്ല. അയാൾ ആ മിഡിൽ നിന്ന് ബോൾ എടുത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വതന്ത്രനായിട്ട് പോവുക ബോളായിട്ട്. അയാളെ പിന്തുടരുകയെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ആ സ്കോറിങ് സംഭവിച്ചത്. പക്ഷെ അർജന്റീന ആരാധകർക്ക് എന്താണ്, ഈ 3 ഗോൾ മെസ്സി അടിച്ചത് കൊണ്ട് കളി നല്ല ഉയർച്ചയിൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട്. അൾജീരിയയെ സംബന്ധിച്ചിടത്തോളം അർജന്റീനൻ ബോക്സിലേക്ക് ആക്രമണങ്ങൾ കൊണ്ടുവരുന്നതിൽ അൾജീരിയ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ടോട്ടലായിട്ട് ഈ അർജന്റീനിയൻ താരങ്ങൾ, അർജന്റീന എന്നുള്ള ഒരു വേൾഡ് ചാമ്പ്യന്മാരെ നേരിടുന്ന ഒരു പേടി അൾജീരിയക്ക് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സംശയിക്കേണ്ടത് തന്നെ ഉണ്ട്. എന്താ വെച്ചാൽ അതുകൊണ്ടായിരിക്കാം അർജന്റീനൻ ബോക്സിലേക്ക് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതിൽ അൾജീരിയൻ താരങ്ങൾ പരാജയപ്പെട്ട ഒരു മത്സരമായിട്ടാണ് കാണേണ്ടത്. അൾജീരിയന്റെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, വേൾഡ് കപ്പ് ചാമ്പ്യന്മാരെന്നുള്ള ഒരു ഇതുകൊണ്ടല്ല, അവരിന്ന് കളിച്ച കളിയിൽ പാസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ ഓരോ കളിക്കാർക്ക് എന്താ പറയാ, നമ്മളെ ഒപ്പരം കളിക്കല്ലോ പാർട്ണർമാർ, ആ കളിക്കാർക്ക് പാസ് ചെയ്യുന്ന ബോൾ അർജന്റീനൻ പ്ലേയേഴ്സിനാണ് കിട്ടുന്നത്. ഓര് കേറി വന്ന് ബോൾ എടുക്കുകയല്ല, ഓട്ടോമാറ്റിക് പാസ് മിസ്സാവുകയാണ്. അത് നേരെ അർജന്റീനൻ പ്ലേയേഴ്സിന്റെ കാൽമേൽക്കാണ് ആ ബോൾ പോകുന്നത്. അപ്പൊ ആ കളിയുടെ നിലവാരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. മെസ്സി പക്ഷെ ഈ മത്സരത്തിൽ മെസ്സി എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മെസ്സിക്ക് നല്ലൊരു ഫിനിഷിങ് അത് ഞാൻ ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചൊരു കാര്യമാണ്. മെസ്സി ഇല്ലാത്ത അർജന്റീന ഇല്ല. ഫസ്റ്റ് ലെവലിൽ തീർച്ചയായിട്ടും മെസ്സി ഉണ്ടാവും. അതെ, അത് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. ഒരു 70 മിനിറ്റ് ആയി കഴിഞ്ഞ ശേഷം മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് 80-ാം മിനിറ്റിൽ. അതിനുശേഷം അർജന്റീൻ ടീം ഇല്ലാത്തൊരു അവസ്ഥയായിട്ട് തോന്നിയതായി നിങ്ങൾ തോന്നുന്നില്ലേ? അർജന്റീൻ ടീം ഒരു ടോട്ടല് മെസ്സി ഇല്ലാതെ ആ ടീം കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ അർജന്റീൻ ടീം ഇല്ലാതാവുന്ന ഒരു തോന്നലുണ്ട്. ഇല്ല, അങ്ങനൊന്നുമില്ല. അർജന്റീന ടീമിന് മെസ്സി നിർബന്ധമൊന്നുമില്ല. മെസ്സി ഉള്ളത് നല്ലത്. പക്ഷെ മെസ്സി മെസ്സി ഇല്ലാതെ തന്നെ അർജന്റീന ടീം നല്ല കളിക്കാരുണ്ട്. എല്ലാ ക്ലബിലും കളിക്കുന്ന നല്ല നല്ല കളിക്കാർ അർജന്റീന ടീം നല്ല സെറ്റാണ്. അതുകൊണ്ട് മെസ്സി ഇല്ലാതെ അർജന്റീന ടീം ഇല്ലാതാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ മത്സരത്തിൽ നമ്മൾ പ്രത്യേകം ഇന്ന് നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മെസ്സി ഒരു ഗോൾ നേടിയതിനു ശേഷം അൾജീരിയൻ പ്ലെയറെ ബാക്കിൽ നിന്ന് ഫൗൾ ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോസ് നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ. അത് അമ്പയറുടെ ഒരു പോരായ്മയാണോ അതെങ്കിൽ ഒരു ഫൗളിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണോ? അത് ഫുട്ബോളിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫൗളാണ്. എന്താ പറയാ, ഫൗൾ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് മാത്രമല്ല, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ വീഡിയോയിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. മെസ്സിയുടെ 2 കൈയും ബാക്ക് പുഷ്, മെസ്സി ബാക്കിൽ വന്നിട്ടാണ് പുഷ് ചെയ്യണവും ചവിട്ടുന്നതും. അത് റഫറി കണ്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു ഇതല്ല. ആ കണ്ടിട്ടും ആ റഫറി ആ ഫൗൾ ഒഴിവാക്കിയിട്ട് കൊടുത്തതാണ്. അത് ശരിക്കും ഒരു യെല്ലോ കാർഡിനുള്ള ഫൗളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ ലോകോത്തര മത്സരങ്ങളിൽ സ്റ്റാർ ആയിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന സമയത്ത് റഫറീസ് ഇതേപോലെ കണ്ണടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അല്ലെങ്കിൽ മെസ്സിക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന ഫിഫയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ? അല്ല, അങ്ങനല്ല.
അതെന്താ വെച്ചാല് റഫറിമാർ ഒരിക്കലും അങ്ങനെ ഒരു നല്ല പ്ലെയർ ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് നിൽക്കുക എന്നുള്ള അത് ശരിയുള്ളതല്ല. എനിക്ക് തോന്നുന്നത് അത് റഫറി എന്ന് പറഞ്ഞാൽ എന്താ പറയാ മനുഷ്യന്മാരാണല്ലോ, കറക്റ്റ് ശ്രദ്ധിക്കണം. അയാളത് രണ്ട് എന്താ പറയാ രണ്ട് മനസ്സിൽ ഫൗള് വിളിക്കണോ വിളിക്കണ്ടെന്നുള്ള ആ ലെവലിൽ ചിലപ്പോൾ സംഭവിച്ചതാവും. ശരിക്കും അത് ഫൗളാണ്, അയാൾ വിട്ടുപോയതായിരിക്കും. അല്ലാതെ മെസ്സിക്ക് അനുകൂലമായിട്ട് ഫൗൾ ഉണ്ടായിട്ട് വിളിക്കാതെ നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്ന് വെച്ചാല് കളിക്കാർക്ക് എന്താ പറയാ റഫറിനെ സംബന്ധിച്ചോളം എല്ലാ കളിക്കാരും ഒരേ മാതിരിയാണ്. അത് മെസ്സി ആയാലും വേണ്ടില്ല, റൊണാൾഡോ ആയാലും വേണ്ടില്ല, നെയ്മർ ആയാലും വേണ്ടില്ല, ഒരേ മാതിരിയാണ്. ആ ചില ഡിസിഷൻ എടുക്കുന്നിടത്ത് റഫറിമാര് ചില എന്താ പറയാ പോരായ്മകള് ഈ മെസ്സിക്കെതിരെ എന്നല്ല ഒരുവിധം പ്ലേയേഴ്സിനൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു അർജന്റീനൻ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് മെസ്സി അത് തീർച്ചയായിട്ടും മെസ്സി ഈ പ്രാവശ്യം ഇതേപോലെ കളിക്കുകയാണെങ്കിൽ എന്തായാലും അർജന്റീനക്ക് ഈ വേൾഡ് കപ്പും അർജന്റീനക്ക് അടിച്ചു കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. അർജന്റീന അൾജീരിയ മത്സരം എല്ലാ ആരാധകരും കണ്ടിരിക്കും. ഇനി തുടർന്നും ഇട്ടുള്ള അർജന്റീനയുടെയും മത്സരങ്ങളെല്ലാം മികച്ച പോരാട്ടമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ആവശ്യകരമായിട്ടുള്ള ഒരു മത്സരം നടക്കാനുണ്ട്. 10:30 നമ്മുടെ സ്റ്റാർ കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങുന്ന പോർച്ചുഗലും ആഫ്രിക്കൻ കരുത്തരായിട്ടുള്ള കോങ്കോയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതൊരു നല്ലൊരു മാച്ച് തന്നെ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ആരാധകർ വളരെ പ്രതീക്ഷയോടെ CR7 മത്സരം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലൊരു മാച്ച് തന്നെ ആയിരിക്കും. അത് പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീം ഈ പ്രാവശ്യം പ്രതിഭ സമ്പന്നമായ ടീമാണ്. പോർച്ചുഗൽ നല്ല നല്ല ക്ലബ്ബുകൾക്ക് ബൂട്ടണിഞ്ഞിട്ടുള്ള കളിക്കാരാണ് ഈ പ്രാവശ്യം ആ ടീമിലുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ മത്സരം പോർച്ചുഗലിന് അനുകൂലമായിട്ടുള്ള ഒരു മത്സരമാകാനാണ് സാധ്യത. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോക്ക് ഒരു വേൾഡ് കപ്പ് മുത്തമിടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അയാളെ ലാസ്റ്റ് ടൂർണമെന്റ് 41 വയസ്സായി. പ്രത്യേകിച്ച് അയാളെപ്പോലത്തെ ഒരു കളിക്കാരൻ ലോകാന്തര ലോകത്തിലെ മെസ്സിനെ പോലെ തന്നെ നമ്പർ 1 കളിക്കാരൻ. രണ്ടാളും എന്താ പറയാ നമ്മള് ഈ കേരളത്തില് നമ്മള് സിനിമാ ഫീൽഡിലേക്ക് പോയാൽ മമ്മൂട്ടി മോഹൻലാല് മലയാള സിനിമയുടെ 2 തൂണുകളാണെന്ന് പറയല്. അതേമാതിരി ലോക ഫുട്ബോളിലെ 2 തൂണുകളാണ് മെസ്സിയും റൊണാൾഡോയും. രണ്ടുപേരും നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധകരും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 2 കളിക്കാരാണ് മെസ്സി റൊണാൾഡോ. അതിൽ അയാളെ ലാസ്റ്റ് ടൂർണമെന്റ് ആണ് ഈ വേൾഡ് കപ്പ്. അപ്പൊ അയാൾക്കൊരു നിർബന്ധമായിട്ടും ഈ വേൾഡ് കപ്പ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. റൊണാൾഡോയെ സംബന്ധിച്ചോളം മെസ്സി ഇന്നലെ ഹാട്രിക് അടിച്ചു. ഇന്നത്തെ മത്സരത്തില് ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ചൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധ്യമാകുമോ? ഫിസിക്കലായിട്ട് 41 വയസ്സുണ്ട്. ഫിസിക്കലിൽ ഇപ്പൊ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫിസിക്കലായിട്ട് ശരീരം ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. നല്ല ഹാർഡ് വർക്ക്, ഫുട്ബോളിന് വേണ്ടി 3 മണിക്കൂറോളം തന്നെ അയാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കാനുള്ളത്. അത് അയാളുടെ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ റൊണാൾഡോയും മെസ്സിയും ഈക്വലാണ്. അതായത് കളിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം 2 ആളും ഒരേ ലെവലിൽ. അതുകൊണ്ട് റൊണാൾഡോക്കും ഇതുവരെ ഫോം ഔട്ട് എന്നുള്ള നിലക്കൊന്നും ഉണ്ടാവില്ല. റൊണാൾഡോക്ക് ഈ വേൾഡ് കപ്പിൽ ഒരു ലാസ്റ്റ് വേൾഡ് കപ്പ് ഈ റൊണാൾഡോക്ക് കിട്ടുക എന്നുള്ളത് എല്ലാ റൊണാൾഡോ ആരാധകരെയും ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് റൊണാൾഡോ ഈ പ്രാവശ്യം ഏറ്റവും നല്ല കളി കാഴ്ചവെക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഒരു മികച്ച കളിക്കാരൻ എന്നതിലുപരി ജീവിതത്തിൽ വളരെയധികം സന്ദേശങ്ങൾ നൽകുന്ന ഒരു കളിക്കാരൻ കൂടിയാണ്. സ്വന്തം ശരീരത്തിൽ ടാറ്റു പോലും അടിക്കാതെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു രീതി ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അതുപോലെ തന്നെ മാരകമായ നമ്മളെ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള കൊക്കക്കോള തുടങ്ങിയ ലഹരി പോലുള്ള പാനീയങ്ങൾ അദ്ദേഹം കുടിക്കാതെ ഒഴിവാക്കുന്ന വീഡിയോസ് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ നല്ല സന്ദേശം നമ്മളെ വളർന്നു വരുന്ന കളിക്കാർക്കും പൊതുസമൂഹത്തിനും നൽകുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഫ്രീ കിക്കിലുള്ള ഒരു രാജകുമാരൻ കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. മാരകമായ ഫ്രീ കിക്കുകൾ അടിച്ച് ഗോളാക്കുന്നതിൽ വളരെ മിടുക്കുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇപ്പൊ ചെറിയ ടീമുകളെ നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പോ കേപ്പ് വെർഡെ നമ്മളെ സ്പെയിനുമായിട്ട് സമനില പിടിച്ച്. അതേമാതിരി ആഫ്രിക്കൻ കരുത്തുമായി വരുന്ന ഒരു ടീമാണ് കോങ്കോ.
കോങ്കോ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ സെമി വരെ എത്തിനും എത്തിയിട്ടുള്ള ഒരു ടീമാണ്. അപ്പോ കോങ്കോയെ സംബന്ധിച്ചോളം ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള ഒരു താരത്തിനെ നേരിടുന്നതിന്റെ ഒരു പേടി അവർക്കുണ്ടാവും. ഈ റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോ എന്ന് പറഞ്ഞാൽ മികച്ച ഫുട്ബോളറാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പരിക്കിന്റെ പിടിയിൽ അയാൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് കോച്ചായാലും പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. എന്നിട്ടും അയാൾ എന്താ പറയാ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്താ കയറാനൊക്കെ ഒരു വിസമ്മതം ഉള്ള ഒരു കളി കണ്ടിട്ടുണ്ടാവും. പക്ഷെ കോച്ച് ഒരു പരിക്കുള്ള ഒരു പ്ലെയറെ ഗ്രൗണ്ടിൽ നിർത്തൂല. പക്ഷെ ഈ പ്രാവശ്യം നല്ല ഫിറ്റാണ് അയാളെ മത്സരം ഗ്രൗണ്ടിൽ എന്താ പറയാ നമ്മള് നാടൻ ഭാഷയിൽ പറയാം പോറ്റിയുള്ള മത്സരമായിരിക്കും എന്ന് റൊണാൾഡോ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുക. അയാളെ സഹായിക്കാൻ വേണ്ടി അയാളെ സഹപ്രവർത്തകരായുള്ള കളിക്കാർ മികച്ച പ്രകടനം ഇന്ന് നടത്തും. അതിലൊരു സംശയവും വേണ്ട ആർക്കും. പിന്നെ റൊണാൾഡോന്റെ പേരിൽ എയർപോർട്ട് തന്നെ ഉണ്ട് പോർച്ചുഗലിൽ, അറിയില്ലേ? എയർപോർട്ടുകൾ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പോർച്ചുഗലിലുണ്ട്. അയാൾ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് റൊണാൾഡോ. റൊണാൾഡോ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ എന്താ പറയാ ചെറിയൊരു കുട്ടി പോലും അയാള് നടന്നു പോകുമ്പോൾ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നിന്നു കൊടുക്കുന്ന ഒരാളാണ്. ഈ ലോക ഫുട്ബോളിന് വ്യത്യസ്തമാക്കുന്ന അങ്ങനത്തെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അതാണ് റൊണാൾഡോനെ കൂടുതലും. ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ചെറിയ കുട്ടികൾ കേരളത്തിലുള്ള CR7 ഒരു പേരില്ല, CR7 റൊണാൾഡോനെ സ്നേഹിക്കുന്നുണ്ട്. ചെറിയ മക്കള് 5 വയസ്സ് 6 വയസ്സായ ഇതിന്റെ ഒരു എന്താ പറയാ റൊണാൾഡോ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാലുള്ള ഒരു ആക്ഷൻ ഉണ്ട്, അതുപോലും ഇന്നത്തെ മക്കൾ ചെയ്യുന്നുണ്ട്. അതാണ് റൊണാൾഡോനെ വ്യത്യസ്തനാക്കുന്നത്. അതായത് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. പക്ഷേ കുറെ വേൾഡ് കപ്പുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ട്. ഇപ്പോ മെസ്സി ഏറ്റവും കൂടുതൽ കുറെ ഗോളുകൾ നേടിയിട്ട് റെക്കോർഡിന് ഏറ്റവും കൂടുതൽ ലോകകപ്പില് ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ ഗോൾ അടിക്കുന്ന കളിക്കാരെന്നുള്ള റെക്കോർഡിന്റെ അടുത്തേക്ക് മെസ്സി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനോ കുറെ വേൾഡ് കപ്പ് മത്സരങ്ങളെ കളിച്ചിട്ടുണ്ടെങ്കിലും ഗോളുകൾ കൂടുതൽ നേടുന്നതിൽ അയാള് പിറകോട്ടല്ലേ ശരിക്കും? അയാളെ അതായത് അവരെ പിന്നെ പോർച്ചുഗൽ വേൾഡ് കപ്പിൽ കൂടുതൽ കളിയിലും പിന്നെ എന്താ പറയുക നമ്മളെ സെമിയൊന്നും എത്താതെ പോണത് കൊണ്ട് അവർക്ക് ഗോൾ അടിക്കാൻ ഒരവസരം കിട്ടാത്ത വരുന്നത് കൊണ്ടാണ് റൊണാൾഡോക്ക് അത്രയും ഗോളുകളൊക്കെ കുറയാൻ കാരണം. അതേസമയം നമ്മൾ പിന്നെ ഫ്രീ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനലൊക്കെ എത്തുമ്പോൾ മെസ്സിയുള്ള കാലത്ത് ഒരുപാട് കപ്പ് അടിച്ചിട്ടില്ലെങ്കിലും 2014 മത്സരങ്ങൾ കൂടിയിട്ടുണ്ട്. ആ മത്സരം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെസ്സിക്ക് ഗോൾ കൂടുന്നത്. അപ്പോൾ മെസ്സിക്ക് പിന്നെ അതുപോലെ പിന്നെ എംബാപ്പെ കുറഞ്ഞ കളിയെ കളിച്ചിട്ടുള്ളൂ. എംബാപ്പയ്ക്ക് ഏകദേശം 14 ഗോളിൻ്റെ അടുത്ത് ഇപ്പം ആയി. മെസ്സിക്ക് ഈ കൂടുതൽ കളി കളിച്ചിട്ടും 27 കളി കളിച്ചിട്ട് ആകെ 16 ഗോളാണ്. അപ്പോൾ അവസരം കിട്ടിയത് കൊണ്ടാണ് പിന്നെ ഗോളടിക്കാൻ കഴിയാത്തത്. അതുപോലെ തന്നെ നമ്മള് ക്രിസ്ത്യാനോ എടുത്ത് പരാമർശിക്കുമ്പോൾ നല്ലൊരു ടോട്ടൽ ടീമാണ് ഈ പ്രാവശ്യത്തെ പോർച്ചുഗൽ ടീം. എടുത്തു നോക്കുകയാണെങ്കിൽ ഡീഗോ കോസ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ ജൂലിയൻ നവാസ്, അങ്ങനത്തെ മികച്ച കളിക്കാരെ കളിക്കളത്തിൽ ഇറക്കിയിട്ടാണ് പോർച്ചുഗൽ ടീം വരുന്നത്. ഇന്റർനാഷണൽ കപ്പുകൾ PSG, റയല് തുടങ്ങിയ മികച്ച കപ്പുകൾ കളിക്കുന്ന റൂബൻ ഡിയാസ് പോലെയുള്ള താരങ്ങളുടെ ഒരു പട തന്നെ പോർച്ചുഗൽ ടീമിൽ ഉണ്ട്. ഈ ടീമിനെ നേരിടാനായിട്ടാണ് നമ്മുടെ കോങ്കോ ടീം വരുന്നത്. കോങ്കോയിൽ തന്നെ കേപ്പ് കപ്പുടി, കാവസ് നവസ് തുടങ്ങിയ പ്രഗത്ഭരായ താരങ്ങളാണ് ഫോർവേഡിൽ കളിക്കുന്നത്. കോങ്കോ ടീമിന് ആഫ്രിക്കൻ ടീമിന് എപ്പോഴും കരുത്തുള്ള ഒരു ഫിസിക്കൽ ലെവല് എപ്പോഴും ഉണ്ട്. പക്ഷെ ബോക്സിലും എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഫിനിഷിങ് ഗോൾ അടിക്കാൻ മറന്നു പോകുന്ന ഒരു അവസ്ഥ എപ്പോഴും കോങ്കോ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. പോർച്ചുഗല് നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു ടീമായി തന്നെയാണ് ഇന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് കോങ്കോക്കെതിരെയുള്ള ഒരു മത്സരം പ്രേക്ഷകർക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് ആവശ്യകരമായ മറ്റൊരു മത്സരമാണ് ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. ഇംഗ്ലണ്ടിന് വർഷങ്ങളായിട്ട് കിരീടത്തിൽ മുത്തമിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഒരു അറുതി വരുത്താനുള്ള ഒരു തുടക്കമായിരിക്കും ഇംഗ്ലണ്ടിന്റെ ഈ ക്രൊയേഷ്യ മത്സരം അല്ലേ? ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഫാസിൽ സൂചിപ്പിച്ചമായി തന്നെ പ്രതിഭാശാലികളായിട്ടുള്ള കളിക്കാരാണ് ഇംഗ്ലണ്ടിൽ.
ഏത് ടൂർണമെന്റ് എടുത്തു നോക്കിയാലും അറിയാം. പക്ഷെ എന്താ പറയാ, അവർക്ക് ഈ കപ്പില് മുത്തമിടാനുള്ള ഭാഗ്യം അവർക്കില്ല. ഒന്നുകിൽ ക്വാർട്ടറിൽ തോൽക്കും, അല്ലെ പ്രീ ക്വാർട്ടറിൽ തോൽക്കും. അങ്ങനെയാണ് അവരെ ഒരു അവസ്ഥ. അതിലൊരു മാറ്റം ഈ ടൂർണമെന്റിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രീമിയർ ലീഗിലൊക്കെ കളിക്കുന്ന എപ്പോഴും നോക്കിയാൽ ഇംഗ്ലണ്ടിന്റെ താരങ്ങൾ, മികച്ച താരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എപ്പോഴും ഉണ്ടാവുന്നത് നമുക്ക് കാണാം. അത് നമുക്ക് ഈ വേൾഡ് കപ്പ് സമയമായി കഴിഞ്ഞാൽ മുന്നോട്ട് ഒരു ക്വാർട്ടർ ലെവൽ വരെ എത്തിയിട്ട് അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇംഗ്ലണ്ടിന് ഉണ്ടാവുന്നത്. ക്രൊയേഷ്യയെ സംബന്ധിച്ചോളം ലൂക്ക മോഡിച്ച്, പെരിസിക് ഇപ്പൊ തുടങ്ങിയ താരങ്ങളുടെ ഒരു അവസാനത്തെ വേൾഡ് കപ്പ് മത്സരം ആയിരുന്നു. ലൂക്ക മോഡിച്ചിന്റെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ മത്സരങ്ങളെ നിങ്ങൾക്ക് അറിയുന്നല്ലേ? മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്.